ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയ അരീരമാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ അരീരമെല്ലാം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും, പക്ഷേ ഇതിൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അരീരമാണ് കേട്ടോ. ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ വളരെ രുചികരമായ സോഫ്റ്റായ അരീരം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് ആവശ്യമായ തേങ്ങയാണ് കേട്ടോ ഇവിടെ ചിരവി വെച്ചിരിക്കുന്നത്. 2 തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിരവിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കും. ഇനി നമുക്ക് 2 കപ്പ് പുട്ടുപൊടി എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം, 1/2 കപ്പ് റവ എടുക്കാം. ഈ 3 പൊടിയും കൂടി മിക്സ് ചെയ്ത പൊടിയാണ് കേട്ടോ വേണ്ടത്. എന്നാലേ നമ്മൾ അരീരത്തിന് നല്ല സോഫ്റ്റും രുചിയും ഉണ്ടാവും. ഈ ഒരു പാത്രത്തിൽ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. 1/4 കിലോ ശർക്കരയാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. വീഡിയോ എടുക്കുന്നത് രാത്രിയിലായതുകൊണ്ടാണ് കേട്ടോ ക്ലിയർ ഇല്ലാത്തത്. ഇരുട്ടായതുകൊണ്ട് അധികം വെളിച്ചമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായ 3 ടേബിൾ സ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിക്കുകയാണ് കേട്ടോ. വറുത്ത് പൊടിച്ചത് ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് നമുക്കതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ജീരകമാണ് കേട്ടോ. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ പൊടികളിലേക്ക് നമുക്ക് തേങ്ങ തിരുമ്മിയിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് കൈ വെച്ചിട്ട് തിരുമ്മണം ഈ തേങ്ങ. എന്നിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ ജീരകത്തിൻ്റെ പൊടി കൂടി നമുക്കിതിലേക്ക് വിതറി കൊടുക്കാനുണ്ട്. അതും കൂടി വിതറി കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പൊടികളെല്ലാം മിക്സാക്കി കൊടുക്കാം. പൊടികൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച നമ്മുടെ ശർക്കര ഒരു അരിപ്പാത്തട്ട് വെച്ച് അതിലൂടെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു തവി വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല ചൂടുണ്ടാവും, അതുകൊണ്ടാണ് തവി വെച്ചിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത്. വീണ്ടും ശർക്കര ഉരുക്കിയത് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് തന്നെ ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടാറിന് ശേഷം ഇതുപോലെ ഒരു തളികയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാതും ഇതുപോലെ ഇരിക്കണം കേട്ടോ. നമ്മുടെ ഈ മാവിൻ്റെ ഒരു കൂട്ട് ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കില്ലേ, ആ ഒരു പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്കിതെന്താ ചെയ്യുക, നന്നായിട്ട് കൈ വെച്ചങ്ങണ്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ്, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം നമുക്ക് കിട്ടാൻ. എന്നിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക, നീളനെ ആക്കിയെടുക്കുക. ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്തിട്ട് നടു ഇങ്ങനെ കുഴിയാക്കിയിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ എല്ലാ അരീരത്തിനും നടുവിൽ ഒരു കുഴിയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാണ് അരീരത്തിൻ്റെ ശരിക്കുള്ള രൂപം. ഇനി നമുക്ക് അടുപ്പിലേക്ക് 1/2 കിലോ സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടായതിന് ശേഷം അരീരം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ച അരീരം നമുക്ക് ഇതിലേക്കിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. ഒരു ഭാഗം മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ മറുഭാഗത്തേക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ കണ്ടില്ലോ, ഇപ്പോൾ നമ്മുടെ അരീരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഗോൾഡൻ നിറമായി കിട്ടും. അപ്പോൾ നമ്മൾ കോരിയിട്ട് ഒരു അരിപ്പാത്തട്ട് പോലെ പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കോരി മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു വേറെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കഴിക്കാനായിട്ടും എടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റും രുചികരവുമായ അരീരമാണ് കേട്ടോ ഇത്. ഒരു സ്പെഷ്യൽ അരീരം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഗൾഫിലേക്കൊക്കെ കൊടുത്തയച്ചാൽ ഒരുപാട് ദിവസം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.